നിങ്ങൾ എന്നെ കളിയാക്കി കൊണ്ട് തുടങ്ങി, പ്രശ്നമൊന്നുമില്ല. ഓക്കെ ഓക്കെ, തൽക്കാലം ഞാൻ ക്ഷമിക്കാം. ആളിനെ മനസ്സിലായല്ലോ. സംവിധായകൻ സത്യൻ അന്തിക്കാട്. അന്തിക്കാട് എന്ന് പറയുന്ന ഗ്രാമം ഞാൻ ധാരാളം കണ്ടിട്ടുണ്ട്. അങ്ങനെ ഒരു ഗ്രാമത്തിൽ നിന്ന് സിനിമയുടെ മായിക ലോകത്തേക്ക് എങ്ങനെ കടന്നു പറ്റാൻ പറ്റി? ഞാനും പിന്നീട് ആലോചിച്ചിട്ടുള്ളൊരു കാര്യമാണത്. അതെ. കാരണം എൻ്റെ കുടുംബത്തിലാരും സിനിമയിലുള്ളവരില്ല. ഒരു വലിയ കലാപാരമ്പര്യം എനിക്ക് അവകാശപ്പെടാനില്ല. ചെറുതുണ്ടോ? ചെറുത് ഇനി ആരംഭിക്കാൻ പോകുന്നു. അപ്പോൾ പിന്നീട് ഞാൻ ആലോചിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ഈ സിനിമയുടെ ഈ വാതിൽ കടന്നകത്ത് കയറിയത്. അപ്പോൾ എനിക്ക് തന്നെ കണ്ടെത്താൻ പറ്റിയ ഉത്തരം, ചിലപ്പോൾ ഞാൻ ചില സ്കൂളുകളിലോ കോളേജുകളിലൊക്കെ പോകുമ്പോൾ കുട്ടികളോട് പറയാറില്ല, ഞാൻ കണ്ടെത്തിയ ഒരു ഉത്തരം, ആദ്യമായിട്ട് നമുക്ക് വേണ്ടത്, വളർച്ചയുടെ കാലഘട്ടത്തിൽ നമുക്ക് വേണ്ടത് ഒരു ലക്ഷ്യമാണെന്നാണ്. ഒരു ലക്ഷ്യം ഉണ്ടെങ്കിൽ, ആ ലക്ഷ്യത്തിലേക്ക് എത്തണമെന്നുള്ള ആഗ്രഹം ആത്മാർത്ഥമാണെങ്കിൽ ആ ലക്ഷ്യത്തിലെത്തിയിരിക്കും. അത് പിന്നെ പല പല ഉദാഹരണങ്ങളും അതിന് സഹായമായിട്ട് തോന്നിയിട്ടുണ്ട്. കാരണം ഇപ്പോൾ നമ്മൾ ഒരുപാട് തമിഴ്നാട്ടിലും കേരളത്തിലൊക്കെ ധാരാളം മദ്യപന്മാരെ കണ്ടിട്ടുണ്ട്. അതായത് ചിലപ്പോൾ നയാ പൈസയ്ക്ക് ഗതി ഉണ്ടാവില്ല, വീട്ടിൽ കാശുണ്ടാവില്ല, ഒന്നും വിൽക്കാനുണ്ടാവില്ല, ഒരു കാര്യമില്ലാത്ത തെരുവിൽ നടക്കുന്ന കള്ളുടിക്കണമെന്ന് ആഗ്രഹമുള്ള ഒരു സന്ധ്യ കഴിയുമ്പോഴേക്കും എങ്ങനെയെങ്കിലും ഫുൾ ഫിറ്റായിരിക്കും. അവർക്ക് എവിടെ നിന്നാണ്, ഒരു ചായ കുടിക്കാൻ കാശുണ്ടാവില്ല, 10 പൈസ ഉണ്ടാവില്ല, പക്ഷേ രാത്രി ആകുമ്പോഴേക്കും കുടിച്ചിരിക്കുന്നുള്ള കാര്യം ഉറപ്പാണ്. കാര്യം അവർക്ക് ആ ലക്ഷ്യത്തിലേക്ക് എങ്ങനെ എത്താമെന്നുള്ളതാണ് അവരുടെ ചിന്ത മുഴുവൻ ശ്രമിക്കുന്നത്. ഇത് പെട്ടെന്ന് മനസ്സിലാവാനുള്ള ഒരു ഉദാഹരണം മാത്രമാണ്. അങ്ങനെ ആരും കള്ളു കുടിക്കാൻ, ശ്രീനി കുടിക്കില്ല എന്ന് എനിക്കറിയാം, അങ്ങനെ കുടിക്കാനായിട്ട് പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ പക്ഷേ ലക്ഷ്യമെന്നുള്ളത് എപ്പോഴും നമ്മളെ കൊണ്ടെത്തിക്കുന്നു. നിങ്ങൾക്ക് സത്യം പേരിട്ടത് എന്തേ? അല്ല, ചെറിയ ഡൗട്ട് തോന്നിയുണ്ട്, വേറെ ഒന്നല്ല. നിങ്ങളുടെ പേര് സത്യം പറയാത്ത ഒരാളാണെന്ന് അല്ലല്ല, പേരിനെ അന്വർത്ഥമാക്കുന്ന രീതിയിൽ തന്നെ ആണോ നിങ്ങളുടെ മൊത്തത്തിലുള്ള കാര്യം? അത് ശ്രീനിക്ക് അറിയാവുന്ന കാര്യമല്ലേ. കാര്യം കള്ളം എന്ന് പറയുന്നത് എനിക്ക് തീരെ താല്പര്യമില്ല. അല്ലെങ്കിൽ കള്ളൻ അന്തിക്കാർന്ന് വിട്ടുപോകാനല്ലോ. ആരായി പേരിട്ടത്? പേരിട്ടത് അതിന് ശരിക്കും പറഞ്ഞാൽ ആലോചിച്ച് നോക്കുമ്പോൾ അതിനും സിനിമയായിട്ട് ചെറിയ ബന്ധമുണ്ട്. കാരണം ഞാൻ പിന്നീട് അന്വേഷിച്ചിട്ടുണ്ട് ആരാണ് എനിക്ക് സത്യൻ എന്ന് പേരിട്ടത്. അപ്പോൾ അച്ഛനോട് അന്ന് ചോദിക്കാൻ ധൈര്യം ഉണ്ടായിരുന്നില്ല. പിന്നീട് ഞാൻ അമ്മയോട് ചോദിച്ചപ്പോൾ അമ്മ വളരെ കാഷ്വലായിട്ട് പറഞ്ഞു, അത് മോഹനൻ പറഞ്ഞ പേരാണെന്ന് പറഞ്ഞു. മോഹനൻ എന്ന് പറയുന്നത് എൻ്റെ ചേട്ടനാണ്. ഞാനത് വളരെ ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിക്കാൻ പോയില്ല. പക്ഷേ ഞാൻ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെയുള്ള വിവരങ്ങളിൽ നിന്ന് തിരിച്ചറിഞ്ഞത് ചേട്ടൻ സിനിമ ഭ്രാന്തനാണ്. ഏത് സിനിമ വന്നാലും കാണുക, ഫസ്റ്റ് എയ്ഡ് പോയിട്ട് കണ്ട് വീട്ടിൽ വന്ന് അതിൻ്റെ കഥകൾ പറയും. അല്ലാതെ സിനിമ കണ്ടിട്ട് ഭ്രാന്തായ ആളല്ല. അല്ലല്ലല്ല, അത് അങ്ങനെയല്ല. അപ്പോൾ സിനിമ കാണൽ വലിയൊരു ആഘോഷമായിരുന്നു പുള്ളിയുടെ. അപ്പോൾ ആ സമയത്ത് സിനിമാ നടൻ സത്യൻ അഭിനയിച്ച സിനിമകൾ തിയേറ്ററിൽ വന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടമായിരുന്നു. അപ്പോൾ സിനിമയിലെ സത്യനോടുള്ള ആരാധന മൂത്തിട്ട് ചേട്ടൻ സജസ്റ്റ് ചെയ്ത പേരാണ് സത്യൻ എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. സാധാരണ നമ്മുടെ മലയാള സിനിമയിലെ സംവിധായകരും പ്രമുഖരായ പല നടീനടന്മാരും ഒക്കെ മദിരാശി പോലുള്ള നഗരങ്ങളിൽ അല്ലെങ്കിൽ കേരളത്തിൽ തന്നെയുള്ള നഗരങ്ങളിലാണല്ലോ ചേക്കേറിയിട്ടുള്ളത്. നിങ്ങൾ മാത്രം ഇങ്ങനെ അന്തിക്കാട് തന്നെ തങ്ങിയിരിക്കുകയാണ്. പേരിൻ്റെ കൂടെ അന്തിക്കാട്, സത്യൻ അന്തിക്കാട്, അന്തിക്കാട് തന്നെ താമസിച്ചാലേ സത്യൻ അന്തിക്കാടാവൂ എന്നുള്ള തോന്നലുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. അല്ല, അത് ശരിയാണ്. കാര്യം വൈക്കം ബഷീർ എന്ന് പേരും ബഷീർ താമസിച്ചിരുന്നത് ബേപ്പൂരും. സുകുമാർ അഴീക്കോട് എന്നാണ് പേര്. അഴീക്കോട് കിടക്കുന്നത് കണ്ണൂരും, സുകുമാർ അഴീക്കോട് താമസിക്കുന്നത് തൃശ്ശൂർ വിയ്യൂരിൻ്റെ അടുത്താണ്. അപ്പോൾ ഞാൻ സത്യൻ അന്തിക്കാട് എന്ന് പേര് വയ്ക്കുകയും ഞാൻ പാട്ടിത്ത് വന്ന് അല്ലെങ്കിൽ കൂത്തുപറമ്പിൽ വന്ന് താമസിക്കുകയും ചെയ്ത് ശരിയാവില്ലല്ലോ. സത്യത്തിൽ അതല്ല, ഈ നാട്ടിൻപുറത്ത് നിന്ന് താമസിക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു പ്രധാന ഗുണം, എൻ്റെ സിനിമകൾക്ക് കിട്ടുന്ന ഒരു പ്രധാന ഗുണം എനിക്ക് ഫീൽ ചെയ്യുന്നത്, ഒരുപാട് ആളുകളെ നേരിട്ട് അടുത്തറിയാനുള്ള സന്ദർഭം ഉണ്ടാകുന്നു പലപ്പോഴും ഗ്രാമങ്ങളിലാണ്. അപ്പോൾ ഇവിടെ കാണുന്ന ചില വ്യക്തികളുടെ ചില വിശിഷ്ട സ്വഭാവങ്ങൾ, അവരുപയോഗിക്കുന്ന സംസാര രീതികൾ, ഇതൊക്കെ സിനിമയിൽ ഉപയോഗിക്കാൻ സാധിക്കാറുണ്ട്. ഇവിടെ ഇപ്പോൾ നമ്മുടെ കുടുംബപുരാണെന്നുള്ള സിനിമയിൽ ഫിലോമിന അവതരിപ്പിച്ച ക്യാരക്ടർ ഭയങ്കര പേരെടുത്ത ഒരു ക്യാരക്ടറാണ്. ആ ക്യാരക്ടറിനോട് സാമ്യമുള്ള ഒരമ്മായി ഇവിടെ എൻ്റെ വീടിൻ്റെ അവിടെ നിന്ന് കുറച്ചപ്പുറത്ത് ഉണ്ടായിരുന്നു. അമ്മായി വീട്ടിൽ വന്ന് സംസാരിച്ച് കഴിയുമ്പോൾ ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞ്, ഒരുപാട് സൂത്രങ്ങളൊക്കെ പറഞ്ഞ് എൻ്റെ അമ്മയോട് സംസാരിക്കാനാണ് ഞാൻ കേട്ടിട്ടില്ല. അവസാനം ഞാനൊന്നും അറിഞ്ഞില്ല എന്നുള്ള ഭാവത്തിൽ എനിക്കൊന്നും അറിഞ്ഞൂടെ എന്നൊക്കെ പറഞ്ഞ് പോവും. ആ ശൈലി എനിക്ക് കിട്ടിയത് നാട്ടിൽ ജീവിച്ചോണ്ടാണ്. അല്ല, അപ്പം ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ആദ്യത്തെ സിനിമ മുതൽ
ഒരു നർമ്മത്തിൽ താല്പര്യമുള്ളൊരു ആളാണെന്ന് തോന്നിയിട്ടുണ്ട്. അത് സ്വാഭാവികമായി ചെറുപ്പം മുതലുള്ളതാണോ അല്ല ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ സ്വയം വളർത്തിയെടുക്കാൻ ശ്രമിച്ചതാണോ? നർമ്മം ശ്രമിച്ചാൽ കിട്ടില്ല എന്ന് പക്ഷേ എനിക്കറിഞ്ഞൂടെ. ആ നാളെ മുതൽ നമുക്കൊരു നർമ്മമുള്ള സിനിമ എടുക്കാം എന്ന് തീരുമാനിച്ചാൽ നർമ്മം കിട്ടില്ല. അപ്പോൾ അത് ചിലപ്പോൾ ഉള്ളിൽ ഉണ്ടായിരിക്കണം, ഒന്ന്. മറ്റൊന്ന്, ഞാൻ ആദ്യമായിട്ട് വന്നു ചേർന്ന് തന്നെ ഡോക്ടർ ബാലകൃഷ്ണൻ്റെ ഒരു ഗ്രൂപ്പിലാണ്. ഡോക്ടർ ബാലകൃഷ്ണനാണ് ശരിക്കും മലയാള സിനിമയിൽ ഒരു ഫുൾ ടൈം ഹ്യൂമർ എന്നുള്ള സാധനം, ഒരു മെത്തേഡ് ഫുൾ ലെങ്ത് സിനിമയിൽ മുഴുനീള ഹാസ്യ ചിത്രങ്ങൾ എടുക്കാൻ ധൈര്യപ്പെട്ട വ്യക്തി. അദ്ദേഹത്തിൻ്റെ ഡയലോഗ്സ് എഴുതുന്നതൊക്കെ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ കുറേ വർഷങ്ങളായിട്ട് ജോലി ചെയ്തുകൊണ്ട് അറിയാതെ അത് എന്നിലേക്കും സ്വാധീനിച്ചിട്ടുണ്ടാവാം. നമ്മുടെ എന്തെങ്കിലും ഇപ്പോൾ ശ്രീനി തന്നെ ഇപ്പോൾ പുറത്ത് എല്ലാവരും പറയുന്നത് കുറച്ച് സൽസ്വഭാവിയായി മാറി. എനിക്ക് തോന്നുന്നത് ബാലോപാലിന് ശേഷമാണെന്നാണ്. കാര്യം ഇപ്പം നമ്മളായിട്ടുള്ള സംസർഗ ഗുണമുണ്ടല്ലോ, അത് സ്വാഭാവികമായിട്ടും മറ്റൊരാളിലേക്ക് പകരും. അതല്ല, നമ്മൾ തമ്മിൽ പരിചയപ്പെട്ടതിന് ശേഷം മാത്രമാണ് എനിക്ക് നിങ്ങളെ പരിചയമുള്ളതെന്നുള്ളതുകൊണ്ട് എനിക്കതിനെ പറ്റി വ്യക്തമായി. അല്ലല്ല, പുറമെ ഞാൻ അന്വേഷിച്ചിട്ടുണ്ട്. പുറമെ നമ്മൾ തമ്മിൽ പരിചയപ്പെട്ട നമ്മൾ ഒന്നിച്ച് വർക്ക് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷമാണ് ശ്രീനിവാസൻ ഒരു മര്യാദക്കാരനാണെന്നുള്ള ഒരു ടോക്ക് ഉണ്ടായത്. അപ്പോൾ അത് ഞാൻ പറയുന്നതാണ്, മുല്ലപ്പൂമ്പൊടി ഏറ്റ് കിടക്കും കല്ലിനും ഉണ്ടാകും ഒരു സൗരഭ്യം. നല്ലോണം വേർക്കുന്നുണ്ട്. നമുക്ക് നിർത്താം. തിനന്തിക്കാട് എന്ന് പറയുന്ന സിനിമാ സംവിധായകനെ ഇപ്പോഴത്തെ തലമുറക്ക് വളരെ നന്നായി അറിയാം. പക്ഷേ സിനിമാ സംവിധാനം തുടങ്ങുന്നതിന് മുമ്പ് ധാരാളം സിനിമയ്ക്ക് വേണ്ടിയിട്ട് താങ്കൾ ഗാനങ്ങൾ എഴുതിയിട്ടുണ്ടല്ലോ. വളരെ കൂടുതൽ പോപ്പുലറായത് യേശുദാസ് പാടിയ എൻ്റെ ആദ്യത്തെ പാട്ടാണ്. യേശുദാസ് പാടിയ എൻ്റെ ആദ്യത്തെ ഗാനം സിന്ദൂരം എന്നുള്ള സിനിമയിലാണ്. ഒരു നിമിഷം തരൂ നിന്നിലലിയാൻ. ആ സോങ്ങാണ് ആ കാലഘട്ടത്തിൽ ഒരു വളരെ സൂപ്പർ ഹിറ്റായിരുന്നത്. എനിക്ക് അക്കാലത്തൊക്കെ നാട്ടിൽ വരുമ്പോഴൊക്കെ പല സ്ഥലത്തുനിന്ന് ഈ പാട്ടുകൾ കേൾക്കാം. തൃശ്ശൂർ യേശുദാസ് വന്ന ഗാനമേളയിൽ ഈ പാട്ട് പാടുമ്പോൾ ദൂരെ ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ നിന്നിട്ട് ഞാനത് ആസ്വദിച്ചിട്ടുണ്ട്. അതിനകത്ത് ആ പാട്ടിനകത്ത് നിർമ്മലേ എന്ന് പരാമർശിക്കുന്ന എന്തോ ഒരു വരിയുണ്ടല്ലോ. എൻ്റെ മൂത്ത മകൻ ഇപ്പോൾ BSc ഫസ്റ്റ് ഇയറാണ്. അതുകൊണ്ട് എൻ്റെ തൊട്ട് താഴെയുള്ള 2 കുട്ടികൾ ഇരട്ടകളാണ്. അവർ +2. അതല്ല, അവർ 2 പേര്, അല്ല ഞാൻ പറയുന്നത് അവർ 3 പേരും കേട്ടാൽ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അല്ല, അവരുടെ ബുദ്ധിമുട്ട് നമുക്ക് പിന്നെ പറഞ്ഞു തീർക്കാം. നിർമ്മല എന്ന് പറയുന്നത് എന്താണെന്ന് ഓർമ്മയുണ്ടോ? അത് നീലാംബരത്തിലെ നീരത കന്യകൾ നിൻ നീലമിഴി കണ്ട് മുഖം കുനിച്ചു, ആ നീലമിഴികളിൽ ഒരു നവസ്വപ്നമായി നിർമ്മലെ എൻ അനുരാഗം ഉണർന്നുവെങ്കിൽ. ഈ നിർമ്മലയുമായി ബന്ധപ്പെട്ടിട്ട് ഞാൻ കേട്ടതാണ്, നിങ്ങൾ ഒരിക്കലും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. ഇല്ല, ഈ നിർമ്മല